ഇന്ന് നമുക്ക് എണ്ണയില്ലാതെ റവയും പാലും വെച്ച് തയ്യാറാക്കുന്ന ആവിയിൽ വേവിച്ചെടുത്ത ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് 1 കപ്പ് റവ ചേർത്തി കൊടുക്കാം. അതൊന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഇളം ചൂടുള്ള പാല് 1 കപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് അടിച്ചു വെച്ചിട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്തിട്ടുണ്ട്. 2-3 ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പോളം ശർക്കര പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ള. ആകുമ്പോൾ ചേർത്തിട്ട് 2-3 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് ഈ ചട്ടിയിൽ നിന്നും മാറ്റാം. അപ്പോൾ തണുത്തതിന് ശേഷം നമുക്ക് ചെറിയൊരു ബോൾസ് ആക്കിയിട്ട് എടുക്കാനുള്ളതാണ്. ഇനി റവൻ്റെ പാലിൻ്റെ കൂട്ടിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഏകദേശം ഈ ഒരു കട്ടിയാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം കട്ടി ഉണ്ട് വെച്ചെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പാലും പാടെ ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പലഹാരം ഒരു ആവിയിൽ വേവിച്ചെടുത്ത ഒരു പലഹാരം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇഡ്ഡലി തട്ട് വെച്ചിട്ട് അതിൽ കുറച്ചൊന്ന് എണ്ണ അല്ലെങ്കിൽ നെയ്യൊന്ന് തടവി കൊടുക്കുക കേട്ടോ, ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ തട്ടിലേക്ക് നമുക്ക് റവൻ്റെ പാലിൻ്റെ കൂട്ടുണ്ടല്ലോ അത് കുറച്ച് മാത്രം ആദ്യം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ നടുവശത്തേക്ക് നേരത്തെ തേങ്ങൻ്റെയും ശർക്കരൻ്റെയും കൂട്ടുണ്ടല്ലോ അത് ഇതുപോലെ ചെറിയോരോ ബോൾസ് ആക്കിയിട്ട് ഇതിൻ്റെ നടുവശത്തേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ബാക്കി കുറച്ച് മാവും പാടെ ഇതിൻ്റെ ആ മുകൾ വശത്ത് മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഉണ്ണിയപ്പച്ചട്ടിയിലും ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ ആവി കയറ്റിയിട്ട് തന്നെ ഉണ്ണിയപ്പച്ചട്ടിയിൽ ചെയ്തെടുക്കാം. ഇഡ്ഡലി തട്ടിന് പകരം നമ്മൾ ഉണ്ണിയപ്പച്ചട്ടി ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ആവി കയറ്റിയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി അടിച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം നമുക്ക് കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ 15 മിനിറ്റ് ശേഷം തുറന്നിട്ട് ഇത് റെഡി ആയിട്ടുണ്ടോ നോക്കാം. ആയിട്ടില്ലെങ്കിൽ കുറച്ച് സമയം പാടെ വെച്ചാൽ മതി. 15 മിനിറ്റിൽ തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഞാൻ മാറ്റിയിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് ഈ ഇഡ്ഡലി തട്ടിൽ നിന്നും ഇത് എടുക്കാം. അങ്ങനെ നമ്മൾ റവയും പാലും വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരം കൂടിയാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതിലും കൂടുതൽ അളവിൽ വേണമെന്നുള്ളവർക്ക് ഇതിൻ്റെയൊക്കെ അളവിൽ കൂട്ടിയിട്ടെടുത്തിട്ട് തയ്യാറാക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ.